ഹലോ, ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നത്. ഇത് ഫ്രൈഡേ എടുത്ത വീഡിയോ ആയിരുന്നു. അപ്പോൾ രാവിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് കിടന്നിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് സ്കൂളില്ല, അപ്പോൾ പിന്നെ ഹസ്ബൻഡിന് മാത്രം ഓഫീസിൽ പോയാൽ മതി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടായിരുന്നു എഴുന്നേറ്റ്. അപ്പോൾ ഞാനിത് തലേന്ന് തേങ്ങാ ദോശയ്ക്ക് വേണ്ടിയിട്ട് അരച്ച് വെച്ചതായിരുന്നു. ഞാൻ ഇൻസ്റ്റയിൽ കണ്ടൊരു റെസിപ്പിയാണ്. തേങ്ങയും നമ്മുടെ പച്ചരിയും പഞ്ചസാരയും ചേർത്തിട്ട് അരച്ചത്, ഈസ്റ്റൊന്നും ചേർക്കാതെ അരച്ച് വെച്ചതായിരുന്നു. അപ്പോൾ അത് ചെറിയ രീതിയിൽ പൊങ്ങി വന്നിട്ട് അതിലേക്ക് ഉപ്പും ചേർത്തിട്ട് നമ്മുടെ ദോശക്കല്ലിൽ വെച്ചിട്ട് നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് ചുട്ടെടുക്കാം. അപ്പം അത് കാണുന്നില്ല, ചെറിയ ചെറിയ ബബിൾസൊക്കെ വന്ന് ദോശ നമ്മൾ അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ അങ്ങ് തിരിച്ചടി ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതാ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ ഇന്ന് നമ്മുടെ മിൻറ്റ് ചട്നിയാണ് ഉണ്ടാക്കുന്നത്. കോക്കനട്ട് മിൻറ്റ് ചട്നി അതും ഉണ്ടാക്കുന്നുണ്ട് ഒരു സൈഡിൽ. ഞാൻ പെട്ടെന്ന് തന്നെ ഈ ദോശ ചുട്ടെടുക്കുന്നുണ്ട്. ഇത് ശരിക്കും എനിക്ക് ഇവിടെ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ട്. കാരണം അടിപൊളിയായിരുന്നു, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല പഞ്ഞി പോലത്തെ ദോശ എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ മിൻറ്റ് ചട്നിയാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കുള്ള കടുക് വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് താളിക്കുന്നതാണ്. അപ്പോൾ അരച്ച ചട്നീനെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ചായക്കുള്ള പാലും വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു സൈഡിൽ നിന്ന് നമ്മുടെ കോക്കനട്ട് ദോശ, ഇത് തേങ്ങ ദോശ ചുട്ടെടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ പാലിലേക്ക് ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ ചായയായി. ദോശയും ഫുള്ളും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ വെച്ചിട്ട് 2 മുട്ട ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആ യെല്ലോ ഒന്ന് ഇതുപോലെ ആ ചട്ടയം വെച്ചിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് 2 മുട്ട മാത്രമേ ഞാൻ ഇതുപോലെ ചെയ്യുന്നു. പിന്നെ അതിലേക്ക് കുറച്ച് മുകളിലായിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ചെറിയ രീതിയിലുള്ളൊരു ഫ്രൈ ചെയ്തെടുക്കില്ല. ഒരു പ്രോട്ടീൻ അല്ലേ എന്ന് കരുതിയിട്ട് മുട്ട ഉണ്ടാക്കി. അങ്ങനെ എല്ലാം കൂടിയൊക്കെ ടേബിളിൽ കൊണ്ടുവച്ചു. അപ്പോഴേക്ക് ഹസ്ബൻഡ് കുട്ടികളൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് കുളിച്ച് റെഡി ആയിട്ടുണ്ട്. കുട്ടികളെ ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷ്. അപ്പോൾ ഞങ്ങൾ എല്ലാം ടേബിളിൽ കൊണ്ടുവച്ച് എല്ലാവരും അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് ഓഫീസിലേക്ക് പോയി. അപ്പോൾ മോൾക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ അവൾ അതിന് വേണ്ടിയിട്ടിരുന്ന് ഞാൻ പിന്നെ വേഗം പാത്രങ്ങളൊക്കെ കഴുകാൻ നിന്നു. പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വേഗം അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത്. അപ്പോൾ ഇന്ന് ലഞ്ചിന് ഞാൻ ചിക്കൻ മധുഹൂത്ത് ഉണ്ടാക്കാമെന്ന് കരുതി. എപ്പോഴും ബിരിയാണി അങ്ങനെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ട് ഒരു മധുഹൂത്ത് ഉണ്ടാക്കാമെന്ന് കരുതി. അതിനുള്ള ചിക്കന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ബസ്മതി റൈസ് എടുത്തിട്ട് അത് സോക്ക് ചെയ്യാനും വെക്കുന്നുണ്ട്, കഴുകിയിട്ട് സോക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുള്ളൂ. അതവിടെ സോക്ക് ചെയ്യാനും വെച്ച് പിന്നെ ഞാൻ വേഗം റൂമിലേക്ക് വന്ന് ബെഡൊക്കെ വിരിച്ച് റെഡിയാക്കി. പിന്നെ പുറത്ത് പോയിട്ട് ഞാൻ കുറച്ച് എനിക്ക് അലക്കിയ തുണികൾ മടക്കി വെക്കണം, അതൊക്കെ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. അതായപ്പോൾ ഞാൻ വേഗം തന്നെ അതും വിരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം കിച്ചണിലേക്ക് വന്നു നമ്മുടെ മധുഹൂത്തിൻ്റെ പണിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു സവാള ചെറുതായിരുന്നത്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും ഒരു ഉരുളക്കിഴങ്ങും കട്ട് ചെയ്തെടുത്തത്, പിന്നെ 2 മാഗി ക്യൂബ്, ഒരു വലിയ ക്യാപ്സിക്കം അരിഞ്ഞെടുത്തത്, പിന്നെ ടൊമാറ്റോ പേസ്റ്റ്, ഒരു തക്കാളിയുടെ അരച്ചെടുത്തത്, പിന്നെ ഹോൾ സ്പൈസസ്, പിന്നെ പൊടികളായിട്ട് ഞാനിവിടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അറബിക് മസാല, ഉപ്പ് എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ഈ മധുഹൂത്തിൽ ഞാൻ പുറത്തുനിന്നാണ് ആദ്യമായിട്ടൊരു റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ കഴിച്ചത്. അപ്പോൾ അവിടുന്ന് കഴിച്ചതിൽ ഈ ക്യാരറ്റും ഉരുളക്കിഴങ്ങും പിന്നെ വഴുതനങ്ങയൊക്കെ ഇട്ടിട്ടുള്ളത് എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇന്ന് ക്യാരറ്റും ഉരുളക്കിഴങ്ങും മാത്രമാണ് ഇടുന്നത്. ചിലർ ഇതൊന്നും ഇടാതെ തന്നെ ചിക്കൻ മാത്രം ഇട്ടിട്ടുണ്ടാക്കും. അപ്പോൾ ഞാൻ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഹോൾ സ്പൈസസ് ഉണ്ടല്ലോ, ബേ ലീഫ്, കുറച്ച് മുഴുവൻ കുരുമുളകും, മുഴുവൻ മല്ലിയും, പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ നമ്മൾ ഡ്രൈ ലെമൺ ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച ഒരു സവാള ചെറുതായിരുന്നു അതും ഇതിലേക്കിട്ട് വഴറ്റി കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഇട്ടിട്ട് ഒന്നുകൂടെ നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ച് പേസ്റ്റാക്കി എടുത്തതാണ്, അതും ഇതിലേക്കിട്ടിട്ട് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ ബസ്മതി റൈസ് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചല്ലോ, അതൊരു മിനിമം 2 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം. പിന്നെ അതിലേക്ക് നമ്മുടെ അരിഞ്ഞച്ച ക്യാപ്സിക്കം ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും, ഞാനിവിടെ ഒരു ചെറിയ മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണ് എടുത്തത്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മുടെ മാഗി ക്യൂബ്സിൻ്റെ 2 ക്യൂബ്സ് ഉണ്ടല്ലോ അതും ഇട്ട് കൊടുത്തിട്ട്
ചിക്കൻ സ്റ്റോക്ക് ക്യൂബ്സ് അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നല്ലപോലെ അത് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടാവില്ല, അപ്പോൾ അത് ഞാനിവിടെ ഒരു 100 ഗ്രാമിൻ്റെ പേസ്റ്റ്, അതിന് ഒരു 50 ഗ്രാം പോലെയാണ് എടുത്തിട്ടുള്ളത്. ഞാനെടുത്ത ചിക്കൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഒരു 800 ഗ്രാമിൻ്റെ ചിക്കനാണ്. അപ്പോൾ അതിലേക്ക് 50 ഗ്രാമിൻ്റെ ടൊമാറ്റോ പേസ്റ്റ് മതിയാവും. പിന്നെ ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. പൊടികൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ അറബിക് മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം ചേർത്ത് നല്ല പോലെ ഇത് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതും ഇട്ട് നല്ല പോലെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഹൈ ഫ്ലെയിമിലുള്ള ഒരു വിസിലായിരിക്കണം. അപ്പോൾ ഈ സമയം ഞാൻ വേഗം എല്ലാ സ്ഥലവും പോയിട്ട് ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിയുമ്പോഴേക്കും എൻ്റെ ഒരു വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. നമ്മളിതാ വെള്ളമൊന്നും ചേർത്തിട്ടില്ലെങ്കിലും ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്ന അളവിൽ വെള്ളം എടുത്തിട്ട്, അപ്പോൾ 2 ഗ്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഞാൻ കെറ്റിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഈ ചിക്കനിലുള്ള വെള്ളം ഉള്ളത് കാരണം മറ്റേ അരിക്ക് വേണ്ട വെള്ളം കുറക്കും അങ്ങനെ ഒന്നും ചെയ്തില്ല. ഞാൻ 3 ഗ്ലാസ് വെള്ളം തന്നെ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ഉപ്പ് നമുക്ക് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഉപ്പ് കുറച്ച് ആവശ്യമായിട്ട് തോന്നി, അപ്പം ഞാൻ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പച്ചമുളക് ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുക. പിന്നെ കഴുകി സോക്ക് ചെയ്തിട്ട് ഞാൻ കുറച്ച് നേരം മുൻപ് ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അരി ബസ്മതി റൈസിൽ, അതും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കാം. ഞാൻ പറഞ്ഞല്ലോ 2 മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ ബസ്മതി റൈസ് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അരിയും ചേർത്ത് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വേവിച്ചെടുക്കാം. ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലാണ് വേവിച്ചത്. അതുകൊണ്ടാണ് മിനിമം 2 മണിക്കൂറെങ്കിലും നമ്മളിത് സോക്ക് ചെയ്തിട്ടുണ്ടാണെന്ന് പറയുന്നത്. ഇതാ റൈസൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈ സമയം ഞാൻ പിന്നെ പോയിട്ട് വേഗം കുളിച്ച് ഫ്രഷായി കുട്ടികളൊക്കെ കുളിച്ച്. ഈ സമയം ഹസ്ബൻഡ് ഓഫീസ് കഴിഞ്ഞ് വന്നിട്ട് മോനെയും കുട്ടിയും ജുമാക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് വന്ന് അവർ വരുന്നതിന് മുൻപായിട്ട് ഞാൻ വേഗം ആ റൈസിൻ്റെത് എന്തായാലും നോക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ ആവിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കുക്കറിൻ്റെ. അപ്പോൾ ഞാനത് തുറന്നിട്ടുണ്ട്. ഇതാ നമ്മുടെ റൈസെല്ലാം നല്ല പോലെ കറക്റ്റ് പാകത്തിന് കുക്കായിട്ടുണ്ട്. കറക്റ്റ് റൈസ് പൊടിഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല, കുഴഞ്ഞു പോവുകയോ ഒന്നും ചെയ്തില്ല. നല്ല കറക്റ്റ് പാകത്തിൽ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ കുക്കറിൽ നിന്ന് ഇളക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനൊരു ചെമ്പിലേക്ക് അത് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇനി ഇതിൽ നിന്ന് നല്ലപോലെ അത് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഈ സമയം ഹസ്ബൻഡും മോനും പള്ളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വേഗം തന്നെ ലഞ്ച് കഴിക്കാനാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി മധുഹൂത്താണ്. ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എനിക്ക് കമൻറ്റ് ബോക്സിലോട്ട് അറിയിക്കുക. പിന്നെ ഇതിന് ശേഷം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.